അങ്ങനെ നമ്മുടെ മന്ത്രി 2 ദിവസത്തെ തിരക്കേറിയ നാടകം അവസാനിപ്പിച്ചുകൊണ്ട് സ്വന്തം വസതിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് രാവിലെ 4 മണിക്കാണ് ആശുപത്രിയിൽ നിന്നും മീഡിയക്കാരുടെ കണ്ണ് വെട്ടിച്ച് പുള്ളിക്കാരി കടന്നു കളഞ്ഞത്. എന്തായാലും ഇലക്ഷന് മുന്നോടിയായിട്ട് നടന്ന സിമ്പത്തറ്റിക്കൽ ഡ്രാമയാണ് ഈ 2 ദിവസമായി കേരള ജനക്കൂട്ടം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടകത്തിന്റെ അവസാനം ഇന്നൊന്നും കൊണ്ട് തീരുന്നില്ല. വരും ദിവസങ്ങളിലും ഈ നാടകത്തിന്റെ ബാക്കി ഷെഡ്യൂളുകൾ നമുക്കായി മന്ത്രി കാഴ്ചവെക്കുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യമന്ത്രി ഒരു പാവം സ്ത്രീയാണ്. പുള്ളിക്കാരിക്ക് തുടർച്ചയായി കള്ളം പറയാനോ പറഞ്ഞ കള്ളത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. എന്തായാലും ഇനിയെങ്കിലും പാർട്ടിക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിവുള്ളവർക്ക് മാത്രം അഭിനയിക്കാൻ അവസരം കൊടുക്കുക. അല്ലാത്തവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നാണം കെട്ട് മെഴുകേണ്ടി വരും. നമ്മുടെ മന്ത്രി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് ഏതാണ്ട് 5 കൊല്ലമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു കുറവാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റാത്തത്. ഞാൻ എന്തായാലും ഇവിടെ ഒരു ക്ലിപ്പ് വയ്ക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേ. കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ചു തിരിക്കുന്ന നിലയിലേക്ക് ഒന്നാണ് അവിടുന്ന് കിട്ടിയ വിവരം. കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ 100 കണക്കിന് ആളുകളാണ് കൊറോണ വന്നും ഉരുൾപൊട്ടിയും മരിച്ചത്. അന്നൊന്നും ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇത്രയും സങ്കടവും ദുഃഖവും നമ്മൾ ആരും കണ്ടില്ല. എന്നാൽ സ്വന്തം മന്ത്രിസഭയിലൊരു മന്ത്രിക്ക് ഇല്ലാത്ത പെടലി ഉളുക്കിൻ്റെ പേരിൽ 2 ദിവസം ആശുപത്രിയിൽ ബെൽറ്റിട്ട് കിടന്നപ്പോൾ ഇദ്ദേഹത്തിന് ഇത്രയും സങ്കടവും ദുഃഖവും. എന്തായാലും മന്ത്രിക്ക് ഇയാളെ ഓർത്ത് അഭിമാനിക്കാം. കാരണം കൊടുത്ത റോൾ കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഈ 5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിനെ ഇത്രയും സങ്കടത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയും കണ്ടത്. അഭിനയമാണെങ്കിലും അങ്ങനെ കാണാൻ സാധിച്ചതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം സാധാരണയായി അഹങ്കാരത്തോടു കൂടിയും ധാർഷ്ട്യത്തോടു കൂടിയുമാണ് ഇദ്ദേഹം മീഡിയാസിൻ്റെ മുന്നിൽ എത്താറുള്ളത്. ആദ്യമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇതുപോലുള്ള ഭാവങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. തുടർഭരണം കിട്ടിയില്ലെങ്കിലും ഒരു മന്ത്രിയെങ്കിലും സ്വന്തമായിട്ട് അഭിനയിച്ച് ജീവിച്ചോളും, അത് സിനിമയിലായാലും സീരിയലിലായാലും. എന്തായാലും ബാക്കി മന്ത്രിമാരും ബാക്കി പാർട്ടിക്കാരും വേറെ എന്തെങ്കിലുമൊക്കെ പണി നോക്കുന്നതാണ് നല്ലത്. കാരണം 10 വർഷത്തോളം കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരെ പോലെ ഇരുന്നു. എന്തായാലും ഇനി ഒരു 5 വർഷം കൂടെ കേരളത്തിലെ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ട എന്റെ അനുഭാവി KPP പ്രവർത്തക ശ്യാമളയെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ചത് കണ്ട. എന്താണ് സംഭവിച്ചത്? പറയാനല്ല കരയാൻ. നടന്ന സംഭവം വിവരിക്കാമോ? വിവരിക്കാം. നിഷ്ഠൂരമായി, അതിക്രൂരമായി, ദാരുണമായി മർദ്ദിച്ചു, തെരുവിൽ വലിച്ചിഴച്ചു. പക്ഷെ ഞാൻ കരഞ്ഞില്ല.